ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ നേരത്തെ തന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വ്ളോഗിൽ മക്കളുടെ ലഞ്ച് ബോക്സ് കാര്യങ്ങൾ, പിന്നെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എണീറ്റ് ഉടനെ തന്നെയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി വെച്ച് അവരെ തോർത്തൊക്കെ അവിടെ വെച്ച് ഹീറ്റർ ഇടും. പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടും അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു. പിന്നെ ഇന്ന് കുട്ടികൾക്ക് കുറേ ദിവസമായില്ലേ നമ്മൾ നോർമൽ വൈറ്റ് റൈസ് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ റൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ദേ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു 7 മുട്ട പുഴുങ്ങാനായിട്ട് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. കുറേ ദിവസമായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെച്ചൊന്ന് ക്ലീനായി കാണണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ മക്കൾ എണീറ്റിട്ടില്ല, ഇടയിൽ കൂടെ അവരെ പോയി ഒന്ന് വിളിച്ച് വിടുകയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ലേറ്റ് ആവും. പിന്നെ ഹയാനെ വിളിച്ചാൽ എൻ്റെ പണി തീരും. പിന്നെ ഈ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഷെൽഫിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് വെച്ചു. ഇന്ന് നമ്മൾ ഗാർലിക് റൈസ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മുടെ പഴയ പാത്രങ്ങളിൽ ചില സാധനങ്ങൾ കൊണ്ടുവരാൻ ഞാൻ മറന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഷൂട്ട് കാര്യങ്ങൾക്കല്ലേ ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കുട്ടികളുടെ സാധനങ്ങൾ, അതായത് ന്യൂട്രി മിക്സും പിന്നെ ഗമ്മീസ് എടുക്കാൻ മറന്നിട്ടില്ല. കാരണം അവരുടെ ഡെയിലി റൊട്ടീനിൽ വന്നിട്ട് അവരുടെ ഇമ്മ്യൂണിറ്റി ഗ്രോത്ത് പിന്നെ ഓവറോൾ ന്യൂട്രീഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. പിന്നെ അതേ ഞാൻ ബാസ്മതി റൈസിലാണ് ഇന്ന് കുട്ടികൾക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അരി ഒന്ന് കഴുകി ദേ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് പാൽ കൊടുക്കാനും വേണ്ടിയിട്ട് ദേ പാൽ കാച്ചാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ റൈസ് വേവിക്കാനും വേണ്ടിയിട്ട് അരി വെക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുട്ടികൾക്ക് രാവിലത്തേക്ക് പാലിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും കൂടെയാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പാല് തിളയ്ക്കുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സിൽ ഓറഞ്ചാണ് ഉണ്ടായിരുന്നത്. ഞാനത് കട്ട് ചെയ്യുമ്പോഴേക്കും ഇതേ പാലൊരു സൈഡിൽ നിന്ന് തിളച്ച് പോയിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഓറഞ്ചെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണേ. എവറിഡേ മീൽസിൽ നമ്മൾ എത്ര തന്നെ ചിലപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അവരുടെ ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ബോൺ ഹെൽത്തിനൊക്കെ ഈ ഒരു ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഒരു വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് എത്ര ഹെക്ടിക്കായിട്ടുള്ളൊരു ഫേസിലും നമുക്ക് അവരുടെ ന്യൂട്രീഷൻ ഈസി ആക്കാനും വേണ്ടിയിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പ്രത്യേകിച്ച് ഈ ഹോം ഷിഫ്റ്റിംഗ് സിറ്റുവേഷനിൽ ഈ സാധനങ്ങൾ എടുക്കാനും മറന്നിട്ടുണ്ടായിരുന്നില്ല. അവർക്കും കഴിക്കാനും വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി വേയിൽ ഇതുപോലെ ന്യൂട്രി മിക്സൊക്കെ കലക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാൻ. ഇതിൽ 2 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്, ന്യൂട്രി മിക്സ് 2ഉം പിന്നെ അതുപോലെ 7+ഉം. അതിൽ വന്നിട്ട് എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ റാഗി, ബജ്ര, ആൽമണ്ട്സ്, വാൾനട്ട്, പിന്നെ മധുരത്തിനും വേണ്ടിയിട്ട് ജാഗറി ആൻഡ് ഡേറ്റ്സ് ആണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് വന്നിട്ട് 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കുള്ളതും മറ്റത് വന്നിട്ട് 7 വയസ്സുള്ള കുട്ടികൾക്കുള്ളതും, അങ്ങനെ ചുച്ചുകുട്ടിക്കുള്ളതും ഹേസനും ഇച്ചു ബേബിക്കുള്ളതും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു 2 മുട്ടയും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് കംപ്ലീറ്റ് ആയാലോ. അതിൻ്റെ ഇടയിൽ കൂടെ ദേ കുട്ടികൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല, അവരെ ഒന്ന് ബാത്റൂമിലേക്കും ആക്കി വിട്ടു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കിച്ചണിൽ പണി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും, ഇവർ ഇവിടെ ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ള ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സും പിന്നെ അതുപോലെ നട്ട്സ് കാര്യങ്ങൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ലിറ്റിൽ ജോയ്സിൻ്റെ മൾട്ടി വിറ്റമിൻ ഗമ്മീസാണ്. ഇത് വന്നിട്ട് റിയൽ ഫ്രൂട്ടും വെജീസും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 11+ എസെൻഷ്യൽ വൈറ്റമിൻസ് DHA ആൻഡ് സിങ്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നാച്ചുറലി സ്വീറ്റൻഡ് ആണ് വിത്ത് ചിക്കോറി റൂട്ട് ഫൈബറാണ് കേട്ടോ. നമ്മുടെ കുട്ടികളുടെ ഗട്ട് ഹെൽത്തിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ ടേബിൾ സെറ്റ് ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടേബിളൊക്കെ സെറ്റ് ചെയ്തത് കണ്ട് ഭയങ്കര ഇഷ്ടത്തോടെ ഒരു ഓടി വരും വാവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മിക്ക ടൈമിലും എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ഇതുപോലെ ടേബിൾ ചിലപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, അവർ തന്നെ എല്ലാം കഴിച്ചോളും, ഫ്രൂട്ട്സ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും ഒക്കെ. ഇതുപോലെ ഫുഡ് സ്പെഷ്യലായിട്ട് ആക്കി കൊടുക്കുന്ന സമയത്ത് ഇച്ചു ബേബി എപ്പോഴും ഓടി വന്നിട്ട് ചോദിക്കും, മമ്മി എനിക്ക് വേണ്ടിയിട്ട് ആക്കിയതാണോ എന്ന്.
അപ്പോൾ അതേന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവൾക്കൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതേ അടുത്തത് ഇനിയിപ്പോൾ അവരുടെ ഗമ്മീസ് കൊടുക്കുകയാണ്. ഗമ്മീസ് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എപ്പോഴും നമ്മൾ കൊടുക്കണമെന്നൊന്നുമില്ല, അവർ തന്നെ വന്ന് ചോദിച്ച് ഇങ്ങനെ കഴിച്ചോളും. നിങ്ങൾക്കും ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്ട്സ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിലൊരു കൂപ്പൺ കോഡും കൊടുക്കാം. എബവ് 799 വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 10% ഫ്ലാറ്റ് ഓഫും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്ക്. കുട്ടികളുടെ കഴിക്കൽ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു സമാധാനമാണ് കേട്ടോ. പിന്നെ ഞാനിതേ കിച്ചണിലേക്ക് പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവർക്ക് റോസ്റ്റാണെന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ചോറ് അത്യാവശ്യം, അതായത് റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. ഞാനിതുപോലെയാണ് ഇങ്ങനെ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഊറ്റിയെടുക്കുക. ഒരു 90% വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ മാറ്റി വയ്ക്കുക. പിന്നെയുള്ള 10% നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് റൈസ് വെന്തോളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഗാർലിക് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗാർലിക് നേരത്തെ തന്നെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രയും പോരാ, കുറച്ചും കൂടെ വേണം. നിങ്ങൾ ആരെങ്കിലും ഗാർലിക് റൈസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വിചാരിക്കുന്ന പോലെയല്ല, നല്ലൊരു ഫ്ലേവർ, ഒരു പ്രത്യേകത, ഒരു മണവും ടേസ്റ്റും ഒക്കെയാണ്. പിന്നെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വെണ്ണയിൽ, അതായത് ബട്ടറിൽ ഉണ്ടാക്കാൻ നോക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 10-15 ഗാർലിക്കോളം എടുത്തിട്ട് അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എസൻസൊക്കെ അതിലേക്ക് ഇറങ്ങൂല. അപ്പോൾ അതേ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മെൽറ്റായതിന് ശേഷം നമ്മൾ കുഞ്ഞതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ വേണം കട്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ ഇതിനേക്കാളും ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ നമ്മൾ പേസ്റ്റ് ആക്കിയത് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഈ ഒരു ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഗാർലിക്ക് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാം, ബട്ടർ ഉണ്ടെങ്കിലും. പിന്നെ ബാസ്മതി റൈസ് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നോർമൽ റൈസിലാണ് നിങ്ങളൊരു ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ റൈസ് ഇതേപോലെ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടാലും മതി. പിന്നെ അത്യാവശ്യം കുറച്ച് കൂടുതൽ മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടി അളവിന് ഫുള്ളായിട്ട് മല്ലിയില വേണ്ടി വരും കേട്ടോ. എന്നിട്ട് ഗാർലിക്കൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസില്ലേ അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. റൈസ് കുറവാണെങ്കിൽ അത്രയും ഇതിൻ്റെ ഒരു ഫ്ലേവറും മണവും ഒക്കെ കൂടും. റൈസ് കൂടുതലാണെങ്കിൽ അത് ബാലൻസ് ചെയ്ത് അങ്ങനെ നിൽക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് ആൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു 2.5 ഗ്ലാസ്സോളം റൈസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് അത്യാവശ്യം രാവിലത്തേക്ക് തന്നെ വേണ്ടി വരും കേട്ടോ. 5 ലഞ്ച് ബോക്സും ആക്കി കഴിയുമ്പോഴേക്കും പിന്നെ കുറച്ച് ബാലൻസ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനൊരു 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുരുമുളകും വേണമെങ്കിൽ ഉപയോഗിക്കാം. റാനക്കുട്ടിക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണ്ടതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ മല്ലിയില ഇട്ടിട്ട് മൂടി വയ്ക്കുക കേട്ടോ. ഇനിയുള്ള പാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ റൈസ് ഒന്ന് നമ്മൾ താളിക്കുക. കുറച്ച് ബട്ടറും അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം ഉണ്ടെങ്കിൽ ബദാമും ഇട്ടിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. താളിക്കൽ മീൻസ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഈ ബിരിയാണി റൈസൊക്കെ കാണുന്ന പോലെയൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1 സ്പൂണോളം ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നത് റോസ്റ്റാക്കി എടുക്കുക. ഒരുപാട് കരിയണ്ട. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഈ റൈസിൻ്റെ മേലെ ഇതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ആ ബട്ടറും കൂടെ മേലേക്ക് വരുമ്പോൾ അടിപൊളി മണമായിരിക്കും. പിന്നെ പാത്രത്തിൽ കുറേ ബട്ടർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് മിസ്സാക്കരുതല്ലോ എന്ന് വിചാരിച്ച് ചോറ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഇതേ നമ്മുടെ ലഞ്ച് ബോക്സിനുള്ള നമ്മുടെ ഗാർലിക് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കെല്ലാവർക്കും നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരുപാട് പണിയുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ചിലവുള്ളതോ ആയിട്ടുള്ള സംഭവം ഒന്നല്ല. പിന്നെ തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് പാക്കിംഗ് ആണ്. ഇവിടെ ഹയാന് സാധാ ലഞ്ച് ബോക്സ് മതി എന്നാണ് പറയുക. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവൻ്റെ ബാഗിൽ അത്രയും ബുക്സ് അവൻ കുത്തി നിറച്ചാൽ കൊണ്ടുപോകുക. ടൈം ടേബിൾ നോക്കാറില്ല. അപ്പോൾ സ്ഥലമില്ല അമ്മി എനിക്ക് ഇത് വെക്കാൻ, എനിക്ക് നോർമൽ റൗണ്ട് തരുമെന്നാണ് പറയുക. അപ്പോൾ പിന്നെ അവന് അങ്ങനത്തെ ലഞ്ച് ബോക്സും പിന്നെ റാനക്കുട്ടിക്ക് ഇന്ന് പുതിയൊരു ലഞ്ച് ബോക്സ് മതി
എന്ന് പറഞ്ഞു. അവൾക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ചെറുതായിരിക്കണം, പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് ചോറ് വെക്കാനായിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ടേബിള് ഞാൻ നേരത്തെ സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എടുത്തൊരു ക്ലിപ്പായിരുന്നു, പക്ഷേ മാറിപ്പോയി ഗൈസ്. കുട്ടികൾക്ക് മറ്റേത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളുടെ കുളി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര സ്മൂത്തായിട്ട് തോന്നാം, പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചക്രശ്വാസം വലിക്കായിരുന്നു. നല്ലോണം ബുദ്ധിമുട്ടി. ഇന്ന് എന്താണെന്നറിയില്ല, ഈ 2 പേരും ഉണ്ടല്ലോ പെൺകുട്ടികൾ, ഭയങ്കര കരച്ചിലായിരുന്നു. എന്നെ പ്രാന്താക്കുകയെന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ പ്രാന്ത്. എനിക്കാണെങ്കിൽ കിച്ചണിൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കുകയും വേണം, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിത് ഷൂട്ട് ചെയ്ത് വെക്കുകയും വേണം. ടൈമിങ്ങിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ആവാൻ വേണ്ടേ. അതിൻ്റെ ഇടയിൽ ഇവരെ കരച്ചിൽ വേറെ. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി അവരെ റെഡിയാക്കിയിട്ട് സാധനങ്ങളൊക്കെ ടേബിളിലേക്ക് കൊണ്ടുവച്ചു. പിന്നെ റനക്കുട്ടി ഇന്ന് ചോദിച്ച ലഞ്ച് ബോക്സ് ആ ഒരു ലഞ്ച് ബോക്സാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം ഞാൻ അടുക്കി വെച്ചിട്ട് ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഈ ഒരു പാർട്ട് നമ്മൾ ഷോർട്സിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. കുറേ ദിവസമായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ വീഡിയോസൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് നമ്മൾ പഴയ പോലെ എങ്ങനെയായിരുന്നു അതേപോലെയുള്ള നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. പിന്നെ സാധനങ്ങളൊന്നും വാങ്ങാൻ പോകാനോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനോ ഉള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റിലോ ഒന്നും ആയിരുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ, പഠിച്ചോൻ ഒരാളെ ഒരു ഇൻസാനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പെണ്ണായിട്ട് ജനിപ്പിക്കും എന്നുള്ളതാണ്. എന്തോ എനിക്ക് കുറേ ആയിട്ട് അങ്ങനെ തോന്നുന്നൊരു സംഭവമാണ്. നിങ്ങൾക്ക് ആർക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നുള്ളത് പറയണം കേട്ടോ. അപ്പോൾ 3 പേർക്ക് ഈ ഒരു ലഞ്ച് ബോക്സും, റനക്കുട്ടിക്ക് ഈ ഒരു ലഞ്ച് ബോക്സും, പിന്നെ നമ്മുടെ ഹയാന് ഇപ്പുറത്തുള്ള ലഞ്ച് ബോക്സും. ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് സ്റ്റൈലും ഡിഫറെൻറ്റ് ടേസ്റ്റും ആണ്, അതിനനുസരിച്ചാണ് കൊടുക്കുന്നത്. അല്ലാതെ ആരെയും നമ്മൾ കുറച്ച് മേലെയോ കുറച്ച് താഴെയോ ഒന്നും ആക്കി വെക്കുന്നതല്ല. എല്ലാ മക്കളും നമുക്ക് ഈക്വൽ തന്നെയല്ലേ. നമ്മൾ തന്നെയല്ലേ കഷ്ടപ്പെട്ട് പ്രസവിച്ചതും, നമ്മൾ തന്നെയല്ലേ ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നതുമൊക്കെ. അവരുടെ ഇഷ്ടങ്ങൾക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ബദാമും കുറച്ച് മുന്തിരിയും ഒക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ലഞ്ച് ബോക്സ് എല്ലാം മൂടി വെച്ചിട്ട് സ്നാക്സ് ആക്കുന്നത് വേറെ തന്നെ ബോക്സിലാണ്. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഇതിൽ തന്നെ സ്നാക്സും വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികളെ ഇൻ്റർവെൽ ടൈമിന് എടുക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഇവരുടെ സ്കൂളിൽ 2 സ്നാക്സ് ടൈമുണ്ട്. അതിന് സെപ്പറേറ്റ് നമ്മൾ രണ്ട് പ്രാവശ്യം കഴിക്കാൻ പറ്റുന്ന പോലെയുള്ള സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഓറഞ്ചാണ് മെയിനായിട്ട് വയ്ക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതും കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മുടെ ലഞ്ച് ബോക്സസ് ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ അവർക്ക് ചോറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇച്ചി ബേബി ഇതേ തുടങ്ങിയിട്ടുണ്ട് ശയന പ്രദക്ഷിണങ്ങളും കാര്യങ്ങളും. അപ്പോൾ അവളിനെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ എല്ലാം അവരുടെ ഈ ഒരു ബാഗിലേക്ക് വെക്കുകയാണ്. നല്ലൊരു കിറ്റ് എല്ലാം കൂടെ കൊള്ളുന്ന പോലെ ഒരു വലിയൊരു കിറ്റ് വാങ്ങണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പറ്റിയ പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഈ കിട്ടിയ കവറിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ കുട്ടികൾ ഇറങ്ങാൻ പോവാണ്. രാവിലത്തെ ജഗപുക കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇച്ചു ബേബിക്ക് വീണ്ടും കിടന്നു. അപ്പോൾ അവളിനൊന്ന് കൊഞ്ചിക്കാനും വേണ്ടിയിട്ട് അവളിങ്ങനെ എടുക്കണം. കണ്ടില്ലേ, ഭയങ്കര പെറ്റാണ് കേട്ടോ അവൾ. മറ്റുള്ളവരെ പോലെയല്ല. എപ്പോഴും നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അങ്ങനെയൊക്കെ അവളെ കൊണ്ടുപോകണം. അപ്പോൾ ചുച്ചുക്കുട്ടിക്ക് മാത്രമേ ബാഗുള്ളൂ, ചെറിയ കുട്ടികളിൽ. ബാക്കിയുള്ളവർക്കൊക്കെ ബുക്സ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് അവർ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാം റെഡി ആയിട്ട് ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചുച്ചുക്കുട്ടി പറയുന്നുണ്ട് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കമൻ്റ് എന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.